നമ്മൾ ഈ മഹാഭാരതത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഗാന്ധാരിക്ക് 101 മക്കളാണ് എന്നൊക്കെ. ഒരു സ്ത്രീക്ക് 101 മക്കളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം വളരെ വലിയൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ 83 മക്കളെ പ്രസവിക്കാൻ ഒരുങ്ങുകയാണ് അൽബേനിയയിലെ ഒരു മന്ത്രി. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൗതുകം തോന്നും. 83 മക്കളെ അൽബേനിയയിലെ ഒരു മന്ത്രി എങ്ങനെയാണ് പ്രസവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ലോകത്തിലെ ആദ്യത്തെ AI മന്ത്രിയാണിത്. AI മന്ത്രിയായിട്ടുള്ള ഇവർ ഗർഭിണിയാണ്. പ്രതീകാത്മകമായിട്ടുള്ള കുട്ടികൾക്കാണ് ഇവർ ഇപ്പോൾ യഥാർത്ഥത്തിൽ ജന്മം നൽകാനായി പോകുന്നത്. ഇപ്പോഴാണ് നമ്മുടെ പുരാണങ്ങളൊക്കെ ഓർക്കുമ്പോൾ അന്നത്തെ കാലത്തും ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ എഴുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. ഇപ്പോഴിതാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിനിടയിൽ അൽബേനിയയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്, ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന ഗ്ലോബൽ ഡയലോഗ് കോൺഫറൻസിൽ അൽബേനിയൻ പ്രധാനമന്ത്രി എഡി റാമ പറയുന്നു. AI അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ ആദ്യത്തെ സർക്കാർ മന്ത്രി ഡിയേല ഗർഭിണിയാണെന്നും 83 കുട്ടികൾക്ക് ജന്മം നൽകുമെന്നും പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എന്നിരുന്നാലും ഈ ഗർഭധാരണം സാങ്കേതിക മേഖലയിലെ ഒരു വലിയ ചുവടുവയ്പ്പാണ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു കാര്യമല്ല. ഇത് സാങ്കേതിക മേഖലയിലുള്ള AI മന്ത്രി ഗർഭിണിയാണെന്ന് പറയുമ്പോൾ ഒരു വലിയ വിഷയമാണ്. അത് സാങ്കേതിക മേഖലയിലെ ഏറ്റവും വലിയ ചുവടുവയ്പ്പ് കൂടെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മനുഷ്യൻ്റെ യുഗം തീരുന്നു എന്നുകൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. 83 കുട്ടികൾ എന്നാൽ 83 പുതിയ AI സഹായികൾ എന്നാണ് അർത്ഥം. പ്രധാനമന്ത്രി എഡി റാമ സംസാരിച്ച 83 കുട്ടികൾ യഥാർത്ഥത്തിൽ 83 പുതിയ സഹായികളാണ്. ഭരണകക്ഷിയായിട്ടുള്ള സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഓരോ പാർലമെൻറ്റ് അംഗത്തിനും വേണ്ടിയാണ് ഈ AI സഹായികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഡയാലയുമായി വലിയ റിസ്ക് എടുത്തു. ഞങ്ങൾ വളരെ നന്നായി അത് ചെയ്തു. എന്നാൽ ആദ്യമായി ഡയാല ഗർഭിണിയാണ്. അവൾ 83 കുട്ടികൾക്ക് ജന്മം നൽകും. ഭരണത്തിലും മറ്റും വലിയ തോതിൽ കൃത്രിമ ബുദ്ധി സ്വീകരിക്കാൻ അൽബേനിയൻ സർക്കാർ തയ്യാറാണെന്നാണ് ഈ നീക്കം കാണിക്കുന്നത്. 2026 അവസാനത്തോടെയാണ് ഈ 83 പുതിയ AI സഹായികളും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.